മലയാളി മക്കളെ വണക്കം. ക്യാപ്റ്റൻസി ടാസ്ക് റദ്ദ് ചെയ്തുകൊണ്ട് ബിഗ് ബോസ്. അതേപോലെ തന്നെ വേസ്റ്റ് പെർഫോമൻസ് ആരാണ്, ബെസ്റ്റ് പെർഫോമൻസ് ആര്? ഓഡിയൻസ് പോൾ ചോദിച്ച ചോദ്യം എന്താണ്? ജാക്ലിന് റെഡ് കാർപ്പറ്റോ? അതേപോലെ തന്നെ ഇവർക്കിടയിൽ തന്നെ കരച്ചിലും ബഹളവും ഒക്കെ എല്ലാം നമുക്ക് സംസാരിക്കാം. ആദ്യമേ തന്നെ ഇൻട്രഡക്ഷൻ ചെയ്തിരിക്കുന്ന ഓഡിയൻസ് പോളാണ്. അതായത് റെഡ് കാർപ്പറ്റ് ആർക്ക് കൊടുക്കണം എന്ന ചോദ്യത്തിന് ഓഡിയൻസ് നൽകിയിരിക്കുന്നത് നമ്മുടെ ജാക്ലിൻ കൊടുക്കണം എന്നാണ്. ആര് വലിക്കണം, അതായത് ഇത് ജാക്ലിന് ആ വീട്ടിൽ എവിടെ പോകണമെങ്കിലും ഒരാളിങ്ങനെ വലിച്ച് വേണം കൊണ്ടുപോകാനായിട്ട്. അത് റയാനെയാണ് യൂസ് ചെയ്തിരിക്കുന്നത്. അപ്പം ആ വീട്ടിനകത്ത് എവിടെ പോകണമെങ്കിലും റെഡ് കാർപ്പറ്റ് യൂസ് ചെയ്തുകൊണ്ട് വേണം പോകാനായിട്ടുണ്ടായിരുന്നത്. പിന്നീട് വന്നിട്ട് അത് മഞ്ചരി ഏറ്റെടുത്തു കേട്ടോ. പിന്നീട് വന്നിട്ട് അതായത് റയാൻ മറന്നു പോയിട്ടുണ്ടായിരുന്നു ജാക്ലിൻ സ്വന്തമായിട്ട് നീങ്ങി പോകുന്ന കണ്ടപ്പോഴത്തേക്ക് ബിഗ് ബോസ് അനൗൺസ്മെൻറ്റ് ചെയ്ത് റയാൻ ഡ്യൂട്ടി ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞ് അത് കഴിഞ്ഞപ്പോഴത്തേക്ക് ആർക്കാണ് ഇപ്പോൾ കൊടുക്കേണ്ടതെന്ന് ചോദിക്കുമ്പോൾ മഞ്ചരി അവസാനം വരെ നല്ല രീതിയിൽ ആ ടാസ്ക് ചെയ്തിട്ടുണ്ട്, ഒരു ആക്ടിവിറ്റി പോലെ. അപ്പം ജാക്ലിൻ കഴിയുന്നുണ്ട്, എല്ലാവരും കുറ്റം പറയുന്നത് ഇന്നലത്തെ ടാസ്കിൻ്റെ ബേസിൽ എല്ലാവരും നമ്മൾ നല്ലവണ്ണം കളിച്ചിട്ടുണ്ടെങ്കിൽ പോലും ഏറ്റവും അവസാനം വന്നിട്ട് കുറ്റം മാത്രമല്ലേ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ മുത്തുകുമാർ അങ്ങനെയൊന്നുമില്ലടാ, നീ നോക്കി കളിക്കണം, നീ ചെയ്യുന്നതാണ് ശരി. നീ 10 ആഴ്ച ഇവിടെ നിന്നിട്ടുണ്ടെങ്കിൽ 10 നോമിനേഷനിൽ നീ വന്നിട്ടുണ്ട്, അതിലെല്ലാം നീ മുന്നിട്ട് വന്നിട്ടുണ്ടെങ്കിൽ അപ്പം നിന്നിൽ എന്തോ ആൾക്കാർ കണ്ടിട്ടില്ല, അത് വെച്ച് നീ എങ്ങനെ ഇരുന്നോ അതേപോലെ തന്നെ കളിക്കടാ എന്ന് മുത്തുകുമാർ പറയുന്നുണ്ട്. ഇനി ബെസ്റ്റ് പെർഫോമർ ആരൊക്കെ? 3 പേരെ തിരഞ്ഞെടുക്കാൻ പറയുന്നുണ്ട്. എന്നിട്ട് ഏറ്റവും അവസാനം വന്നിട്ട് പവിത്ര, ജെഫ്രി, മുത്തുകുമാർ, ഇവരെ 3നെയാണ് തിരഞ്ഞെടുത്തിരിക്കുന്നത്. ജെഫ്രി എന്തിനെ തിരഞ്ഞെടുത്തു എന്ന് ചോദിച്ചാൽ ഓക്കെ അങ്ങനെ 3 പേരും കൂടെയാണ് ക്യാപ്റ്റൻസി ടാസ്കിലേക്ക് നേരിട്ട് ഇടപെട്ടിരിക്കുന്നത്, അതായത് വന്നിരിക്കുന്നത്. വേസ്റ്റ് പെർഫോമർ എന്ന് പറഞ്ഞ് തിരഞ്ഞെടുക്കുന്നത് അൻഷിത സൗന്ദര്യ. അതിൽ അൻഷിത പറഞ്ഞതുണ്ടല്ലോ, അൻഷിതയ്ക്ക് ഭയങ്കരമായിട്ട് അതായത് കളിയെ അറിഞ്ഞു വെച്ച് അൻഷിത പറഞ്ഞ പോലെ ഉണ്ടായിരുന്നു. നമ്മുടെ മഞ്ചരിയും ജാക്ലിനും അവരാണ് വേസ്റ്റ് പെർഫോമർ ആയിരുന്നത്, അതായത് കളിക്കാതെ ഇങ്ങനെ ഇരുന്നിട്ടുണ്ടായിരുന്നു. അൻഷിതയുടെ എല്ലാവരും പറഞ്ഞത് റൂൾ ബേസിൽ കളിച്ചിട്ടുണ്ടായിരുന്നില്ല. അതേപോലെ അതായത് ഇപ്പോൾ അവിടെ മണ്ടയ്ക്ക് കയറിയിരിക്കുന്നതെന്ന് പറഞ്ഞാൽ അത് കയറി ഇരുന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ കുറേ റൂളുകൾ അൻഷിത ഫോളോ അപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അതിൻ്റെ ബേസിലാണ് എല്ലാവരും അൻഷിതയെ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ അസിനും കസിനും ഒക്കെ ആയിട്ടുള്ളവരൊക്കെ നമ്മുടെ മഞ്ചരിയും ജാക്ലിനും അതൊക്കെ പേഴ്സണൽ ഗഡ്ജാണ്, നമുക്ക് കണ്ടാൽ തന്നെ മനസ്സിലാവുന്നുണ്ട്. ക്യാപ്റ്റൻസി ടാസ്ക്, അതായത് നമ്മുടെ ഗാർഡൻ ഏരിയയിൽ 3 പേർക്കും 3 ഗോൾ പോസ്റ്റ് ഉണ്ടാവും, നടുക്കൊരു പന്ത് ഉണ്ടാവും. അതുവഴി ഗോൾ അടിക്കുക, പോയിട്ടുണ്ടെങ്കിൽ അവർ ഔട്ടാണ്. ഡിഫെൻഡ് ചെയ്യാം, നമുക്ക് തട്ടി മാറ്റാം, അങ്ങനെയൊക്കെ ചെയ്യുകയൊക്കെ ചെയ്യാം കേട്ടോ. ആദ്യമേ തന്നെ ജെഫ്രി അടിക്കുന്നെങ്കിൽ മുത്തുകുമാറിൻ്റെ കൈ തട്ടി അത് ജെഫ്രിയുടെ ഗോൾ പോസ്റ്റിൽ തന്നെ പോവുകയാണ്. അങ്ങനെ ജെഫ്രി ഔട്ടാവുകയാണ്. പിന്നീട് വന്നിട്ട് നമ്മുടെ പവിത്രയും അതേപോലെ മുത്തുകുമാർ വിട്ടുകൊടുക്കുകയാണ്. നമുക്ക് കാണുമ്പോൾ തന്നെ നല്ല പെർഫെക്റ്റ് ആയിട്ട് വിട്ടുകൊടുക്കുകയാണ്. അപ്പം നമ്മുടെ മുത്തുകുമാരോട് ബിഗ് ബോസ് വായിക്കാൻ ടാസ്ക് ലെറ്റർ വായിക്കൂ എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇതിലെന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ക്യാപ്റ്റൻസി മാത്രമല്ല 13ാമത്തെ ആഴ്ചയിലേക്ക് ഡയറക്റ്റ് എൻട്രിയും കൂടെ കിട്ടുന്നതാണ്. അപ്പം അതങ്ങനെ കളിക്കാൻ പാടില്ലല്ലോ. അപ്പം അത് വായിച്ചു കഴിഞ്ഞപ്പോഴത്തേക്ക് ഒരെണ്ണം പറയുന്നുണ്ട്, നിങ്ങൾ വിട്ടുകൊടുത്ത് കളിക്കാനാണെങ്കിൽ ഞങ്ങൾ ഡോറ് തുറന്നു തരാം, നിങ്ങൾ പൊക്കോ, വിട്ടുകൊടുക്കുന്നവർക്കെല്ലാം വിട്ടുകൊടുത്തിട്ട് നിങ്ങൾ പൊക്കോ എന്ന് പറയുന്നുണ്ട്. അപ്പം സീരിയസ് ആയിട്ട് ഇനിയെങ്കിലും വിട്ടുകൊടുക്കാതെ കളിക്കാൻ എത്ര തവണയാണ് ഞാൻ പറയാതെ ഒളിഞ്ഞും തെളിഞ്ഞും പറഞ്ഞിട്ടുണ്ട്, എന്നിട്ട് നിങ്ങളിത് അനുസരിക്കുന്നില്ല. അതുകൊണ്ട് ഏറ്റവും അവസാനം എന്നെ കളിയാക്കുന്ന പോലെ, ഓഡിയൻസിനെ കളിയാക്കുന്ന പോലെ, അതാണ് ഏറ്റവും അവസാനം ഒരു ടാസ്ക് നമ്മളൊരു തീരുമാനം എടുത്തിട്ടുണ്ട്. ക്യാപ്റ്റൻസി ടാസ്ക്, അതായത് ക്യാപ്റ്റൻസി റദ്ദാക്കപ്പെട്ടിരിക്കുന്നു എന്ന് പറയുന്നുണ്ട്. കൂടാതെ തന്നെ അവസാനമായിട്ട് ഈ റയാനാണ് നോമിനേഷൻ ഫ്രീ ആയിട്ടുണ്ട്. ഇനി ഒരു നോമിനേഷൻ ഫ്രീ ഇല്ല, അതും റദ്ദാക്കിയിരിക്കുന്നു എന്ന് പറയുന്നുണ്ട്. മുത്തുകുമാർ കരയുന്നുണ്ട്, അതേപോലെ ബിഗ് ബോസിനോട് സോറി പറയുന്നുണ്ട്. പവിത്ര കരയുന്നുണ്ട്. ബിഗ് ബോസ് മുത്തുകുമാറിൻ്റെ കരച്ചിൽ കേട്ടാണ് കേട്ടോ മിക്കവരും കരയുന്നത്, അതിൻ്റെ ഫീലായി കരയുന്നൊക്കെ ഉണ്ട്. പക്ഷേ ബിഗ് ബോസ് ഒരു ഉത്തരവും കൊടുത്തില്ല. അത് ഏതായാലും നല്ലതായി, കാരണം ഒരു വാർണിംഗ് പോലെ ആയി. കാരണം ഇവരുടെ ഇത് കുറച്ച് റൂൾ ഇവർ വെച്ചിട്ട് ബിഗ് ബോസ് കുറച്ച് റൂൾ കൊടുക്കും, ഇവരുടെ റൂള് ഫോളോ അപ്പ് ചെയ്യുന്ന പോലെയായിരുന്നു നമുക്ക് ഇത്ര നാൾ നിന്ന്. ഇത് നല്ലൊരു തീരുമാനമാണ്. വിട്ടുകൊടുക്കുന്നതെന്ന് നമുക്ക് നല്ലവണ്ണം അറിയാം മുത്തുകുമാർ അതിനകത്ത്, പക്ഷെ മുത്തുകുമാർ കൊടുക്കുന്നില്ല എന്നാണ് പറയുന്നത്. എന്താണോ എന്തോ അങ്ങനെ കരയുന്നുണ്ട്. അത് കഴിയുമ്പോഴത്തേക്ക് ഇതെല്ലാം കഴിഞ്ഞ് കുറേ നേരമുണ്ട്. അത് കഴിയുമ്പോൾ ഒരു സ്പോൺസർ ടാസ്ക് വരുന്നുണ്ട്. ആരോമയുടെ 2 ഗ്രൂപ്പായിട്ട് തിരിഞ്ഞിട്ട് 5 പേര്, 3 പേര് വേറെ 3 പേര് ജഡ്ജായിട്ട് ഡിഷുകൾ ഉണ്ടാക്കണം. 2 ഡിഷുകൾ റയാനും ജാക്ലിനും
ദീപക്, മുത്തുക്കുമാർ, മഞ്ചരി ഇത്രയും പേരായിട്ടുള്ള ഒരു എ ടീമും അൻഷിത, പവിത്ര, വിശാൽ, ജഫ്രി, അരുൺ എന്ന് പറഞ്ഞുള്ള ബി ടീമുമാണ്. അങ്ങനെ അൻഷിത, പവിത്ര, വിശാൽ, ജഫ്രി, അരുൺ എന്നുള്ള ടീമാണ് ജയിച്ചിരിക്കുന്നത്. ഇന്നത്തെ എപ്പിസോഡിൽ ഇത്രയായിരുന്നു കാണിച്ചിട്ടുണ്ടായിരുന്നത്. സത്യം പറഞ്ഞാൽ മുത്തുക്കുമാർ കാണിച്ചുള്ള ഒരൊറ്റ ഇതിൻ്റെ ബേസ് മാത്രമല്ല, ഓൾ ഇൻ ഓൾ ഇവർ വിട്ടുകൊടുക്കുന്ന ഒരു ടെൻഡൻസി ഉണ്ട്. അസിനും കസിനും ഒക്കെ പറഞ്ഞ് വിശാൽ ഒത്തിരി ഫേവറിസം കാണിക്കുന്ന പോലെ നമുക്ക് തോന്നുന്നുണ്ടായിരുന്നു. അത് എന്താണെങ്കിലും ഇങ്ങനെ ചെയ്തത് നന്നായി എന്ന് മാത്രമേ എനിക്ക് പറ്റുള്ളൂ. എല്ലാവർക്കും ഒരു വാർണിംഗ് പോലെ ആവട്ടെ. ഇനി 13ാമത്തെ വാരം വന്നിട്ട് നമുക്ക് ഇങ്ങനെയൊക്കെയാണ് എനിക്കറിയില്ല എന്നൊന്നും പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. എന്നാ ചെയ്യാനാ ഇങ്ങനെ പോയത്, നന്നായി എന്നാണ് ഞാൻ പറയുന്നത്. എനിവേ നാളത്തെ എപ്പിസോഡിൻ്റെ റിവ്യൂ ആയിട്ട് ഞാൻ വരാം കേട്ടോ.